പണി. അതിനുശേഷം ഇവിടെ ഇത് യൂണിറ്റ് തുടങ്ങിയതിൽ പിന്നെ കുറേ അധികം പേർക്ക് പണി കൊടുക്കാനും അത് തുടർന്ന് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. പ്രൈവറ്റുകാരുടെ അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാഴ്ച പണിയുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച പണി കാണത്തില്ല. ഒരുമാതിരി അടിമപ്പണി പോലായിരുന്നു. പഴക്കം ചെന്ന ഒരു ടെക്നോളജിയാണിത്. നമ്മുടെ നാടിന്റെ പല പരമ്പരാഗത തൊഴിലുകളും നാട്ടറിവുകളും അന്യം നിന്ന് പോകുമ്പോൾ മാന്നാർ പഞ്ചായത്തിന്റെ ഓട്ടുപാത്ര നിർമ്മാണ വ്യവസായം പുതുതലമുറയ്ക്ക് ഒരു തൊഴിൽ നൽകുക മാത്രമല്ല, നമ്മുടെ തനതായ ഒരു ടെക്നോളജി നിലനിർത്തപ്പെടുക കൂടിയാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഒരു ടെക്നോളജി എനിക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. നമുക്ക് ജഡ്ജസിന് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും. കണ്ണൻ മാഷ്, ഈ ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരാഗത വ്യവസായം ആണ് ഈ ഓട്ടുപാത്ര നിർമ്മാണം. അതിൻ്റെ പുനരുജ്ജീവനമാണ് നിങ്ങൾ പ്രധാന പദ്ധതിയായിട്ട് എടുത്തു കാണിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടെ സഹായം ഇതിലുണ്ട്. ഇതിലിപ്പോൾ എത്ര തൊഴിലാളികളാണ് പരമ്പരാഗതമായിട്ട് ഇതിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്? 500 കുടുംബങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഈ തൊഴിൽ ഏർപ്പെട്ടിരുന്നു. അവരുടെ വീടുകളിലൊക്കെ തന്നെ ആലകളുണ്ടായിരുന്നു. ആലകളിലാണ് ഈ ഓട്ടുപാത്ര വ്യവസായം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 500 കുടുംബങ്ങളിൽ നിന്ന് അത് എത്ര ആയി പിന്നീട്? അതോ 500 കുടുംബങ്ങളും അതേ ജോലിയിൽ തന്നെ തുടരാൻ അവർക്ക് സാധിച്ചോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് കുറേ അധികം കുടുംബങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതായത് മുതലാളി വർഗത്തിൻ്റെ ചൂഷണം ഇപ്പം ആയിരുന്നു കൂടുതൽ. ഇവരെ കൊണ്ട് വലിയ കായിക അധ്വാനമുള്ള ജോലിയാണിത്. അതനുസരിച്ചുള്ള കൂലി ഇവർ കൊടുക്കുകയില്ല. ഇവർ അസംസ്കൃത സാധനങ്ങൾ ഇവർക്ക് കൊടുത്തുകൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യിച്ച് അവർ വിറ്റുകൊണ്ടിരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വന്നപ്പോൾ അവർ ഈ തൊഴിലിൽ നിന്ന് വിട്ടു നിൽക്കാൻ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ സൊസൈറ്റി. കുടുംബം ഒന്നടങ്കം പ്രവൃത്തി എടുത്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണിത്. ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഇതിലെ എല്ലാ പണികളിലും ഉൾപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 1500 പേരെങ്കിലും മിനിമം ഈ ഒരു തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ട് നാടിൻ്റെ ഒരു ഐശ്വര്യമായി ഇത് നിലനിന്നിരുന്നതാണ്. ഈ ഓട്ടുപാത്ര വ്യവസായത്തിൻ്റെ എല്ലാം തൊഴിലാളികൾ തന്നെയായിരുന്നു ഇവർ മൊത്തം. അപ്പം വ്യവസായികൾ ഇവരുടെ ഈ തൊഴിൽ അവരുടെ ആ ജോലിയെ ചൂഷണം ചെയ്തു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ഈ തൊഴിലാളികൾക്ക് ഈ തൊഴിലല്ലാതെ ഒരു തൊഴിലും അറിയത്തില്ല, വേറൊരു തൊഴിലിലും അവർ ഏർപ്പെട്ടില്ല. അപ്പോൾ ഇത് അന്യം നിന്ന് പോയപ്പോൾ തികച്ചും അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി. വേറൊരു തൊഴിലും പുതിയ തലമുറ ഇതിന് പകരം പെട്ടെന്ന് പണം സമ്പാദിക്കത്തക്ക മറ്റ് മേഖലകളിലേക്ക് മാറിപ്പോവുകയും ചെയ്തു. ഇതിലിപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിൻ്റെ ഒരു നാട്ടറിവ്, ഇതിൻ്റെ ഒരു അറിവുണ്ട്, ഈ നിർമ്മാണത്തിൻ്റെ ഒരു അറിവ്, ആ അറിവ് ഉള്ള വളരെ കുറച്ച് ആൾക്കാർ ഉള്ളൂ. അവർ വളരെ പ്രായമുള്ളവരാണ്. ഒരുപക്ഷെ അവരുടെ കാലശേഷം ആ നാട്ടറിവ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനിച്ച് അന്യം നിന്ന് പോകാതിരിക്കാൻ അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കിട്ടുന്നതിനും ചെറുപ്പക്കാരിലേക്ക് ആരും ഇതിൻ്റെ ഒരു ലാഭകരമാക്കിക്കൊണ്ട് ആണെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇത് നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തിലുമാണ് പഞ്ചായത്ത് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. അത് മനസ്സിലായി. കാരണം ജീവിത സുരക്ഷ ഇല്ലെങ്കിൽ എത്ര നല്ല വ്യവസായി ആയാലും ആൾക്കാർ അതിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരതൊന്ന് പോകാൻ കാരണം. പക്ഷേ ഈ രണ്ട് സൊസൈറ്റി ഇപ്പോൾ നിങ്ങളെ കുറേ കൂടി ആധുനികവൽക്കരിച്ച മട്ടിലാണ്. കാരണം നേരത്തെ ആ കുടിൽ വ്യവസായ രീതിയിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ പ്രാകൃതമായിട്ടുള്ള പണിശാലകളും പണി ആയുധങ്ങളും ഒക്കെയാണ്. അതിൽ നിന്നും വിഭിന്നമായി നല്ലൊരു ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അനുസരിച്ചുള്ള എന്താ പറയുക പണി ചെയ്യാനുള്ള ഒരു സാഹചര്യമോ ഉള്ളൊരു സംവിധാനമാണോ ഇപ്പോൾ ഉള്ളത്? ഇതിന് ചില പണികൾ മെക്കനൈസ് ചെയ്തിട്ടുണ്ട്. ചില പണികൾ വളരെ പ്രയാസമുള്ള ഇത് ഉരച്ച് ഫിനിഷ് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തുന്ന ആ പണികളൊക്കെ മെക്കനൈസ് ചെയ്തിട്ടുണ്ട്. അത് പുതിയ തലമുറ അതിനകത്ത് എടുക്കുന്നത്. എന്നാലും ഇത് ഒരുപാട് ശ്രമകരമായ ഒരു പണിയാണ്. അപ്പം അതിൻ്റെ ഇപ്പം തീയിൽ
1200 സെൻറ്റിഗ്രേഡിലൊക്കെ ഉള്ള തീയിൽ ഇത് ഉരുക്കിയെടുക്കുക, അതൊക്കെ ആ ജോലിയിൽ ഏർപ്പെടാനാണ് ഇപ്പം ആൾക്കാരില്ലാത്തത്. അപ്പം അതിൻ്റെ കോമ്പിനേഷൻ, അതിൻ്റെ ആ ചൂട്, അതിൻ്റെ അതെല്ലാം പുതിയ തലമുറ അതൊന്നും പഠിക്കാനും അതിലേക്ക് വരാനും വരുന്നില്ല. അതുകൊണ്ട് എന്നാൽ ഇത് നിലനിർത്തണമെന്ന് പഞ്ചായത്തിന് ആഗ്രഹമുണ്ട്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വെങ്കല വ്യവസായം കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടാണോ, അതോ വെറുതെ ഒരു പൈതൃക ഗ്രാമം എന്നുള്ള നിലയിൽ കുറച്ച് പേരെ അതിൽ തന്നെ നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിൽ? ഇപ്പോൾ ജില്ലാ വ്യവസായ ഓഫീസിൽ ഇവർ പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. 50 ലക്ഷം രൂപ വരുന്നൊരു പ്രോജക്റ്റ്. അപ്പോൾ അതുകൂടെ അവർ സാങ്ഷനായി തന്നു കഴിഞ്ഞാൽ ഈ കുടുംബങ്ങൾക്കൊക്കെ തന്നെ ഒരു സ്ഥിരം തൊഴിലുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുകയും, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ അലുമിനിയം പാത്രം, ഞങ്ങളുടെ ഉദ്ദേശമാണ്, ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ അലുമിനിയം പാത്രം ഉപയോഗിക്കുകയും സ്റ്റീൽ പാത്രമൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് അതിൽ പാചകം ചെയ്ത് ആഹാരം കഴിക്കുന്നതുകൊണ്ട് പല പല അസുഖങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പണ്ട് നമ്മൾ ഈ ചെമ്പ് പാത്രം, ഓടുപാത്രം, അതിലൊക്കെ ഈയം പൂശി ഉള്ള നിത്യോപസാധനങ്ങളിലെ ആഹാരങ്ങളൊക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഈ സ്റ്റീലും അലുമിനിയം ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അൾസർ മുതലായ രോഗങ്ങൾ വരികയും അത് പിന്നെ ക്യാൻസറായി മാറുകയൊക്കെ ചെയ്തു. ഇതുകൊണ്ട് ജനങ്ങളിലൊരു ബോധവൽക്കരണം നടത്തിക്കൊണ്ട് പഴയതിലേക്ക് തിരിച്ചു വരണമെന്നാണ് പഞ്ചായത്തിൻ്റെ ആഗ്രഹം. ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ആ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പദ്ധതിയാണിത്. തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്ന അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു. കൂടുതൽ ആൾക്കാർ ഈ വർഷത്തെ പ്രോജക്റ്റിൽ ഞങ്ങൾ ചെറുപ്പക്കാരെ പരിശീലിപ്പിക്കുന്നതിന് ഈ സെന്ററുകളിൽ തന്നെ ഈ ജോലി പരിശീലിപ്പിക്കുന്നതിന് ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. ഈ നിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണെടുക്കുന്നത് എവിടെ നിന്നാണ്? അതാണ് ഈ വ്യവസായം മാന്നാറിൽ വരാനും കാരണം. മാന്നാറിൻ്റെ മണ്ണിലെ പശിമരാശി, ആ മണ്ണിനുള്ള ഒരു പ്രത്യേകത, അതുകൊണ്ടാണ് ഈ വ്യവസായം ഇവിടെ നിലനിന്നത്. ആ പശിമയുള്ള മണ്ണ് ആണ് ഈ മോൾഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വലിയ തോതിൽ വ്യവസായമാക്കി മാറ്റിയാലും നിങ്ങൾക്ക് അസംസ്കൃത വസ്തു എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? അസംസ്കൃത വസ്തു കിട്ടും. പക്ഷേ ഞങ്ങളെ ഇപ്പം ബാധിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും മെഷീനറിയിൽ കൊണ്ട് നിർമ്മിച്ചു വരുന്ന മൊറാദാബാദ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്ന യൂട്ടൻസിൽസ്. മൊറാദാബാദിൽ മെഷീനറിയെ ഉപയോഗിക്കുന്നില്ല. നിങ്ങളെക്കാളും പരിതാപകരമായ സ്ഥിതിയിൽ ജോലി ചെയ്ത് ഇതിനേക്കാളും വളരെ പരിമിതമായ കൂലി കൊണ്ടാണ് അവർ ഈ വളരെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ അയക്കുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് മൊറാദാബാദിൽ നടക്കുന്നത്. അല്ല, ഇതിൻ്റെ ഏതായാലും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് സർ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ക്വാളിറ്റി നിലനിർത്താൻ സാധിക്കാത്തത്. കാരണം വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ആണ് അവിടെ ഈ ജോലി ചെയ്യുന്നത്. ആരും അവരുടെ ഈ ഒരു ആധുനികവൽക്കരണത്തിന് ഇതേവരെ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മൊറാദാബാദും ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അത് കാര്യം വേറെ. മൊറാദാബാദിൽ നിന്ന് വരുന്നതിനേക്കാൾ മാന്നാർ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട ക്വാളിറ്റി ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ മെറ്റലിന്റെ കോമ്പിനേഷൻ, കോപ്പർ പ്ലസ്. അതെ, ശരി. ഒരു ഇത് ഉപയോഗിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ്, വേഗം കറുത്തു പോകുന്നതാണോ, പൊട്ടിപ്പോകുന്നതാണോ, ഭംഗിയില്ലെന്നാണോ, എന്താണ് പ്രശ്നം? ഈ ഓട് പൊട്ടുന്ന ഓടാണ് ഏറ്റവും നല്ലത്. പൊട്ടാതെ ചളുങ്ങിപ്പോകുന്ന ഓടിന് ക്വാളിറ്റി കുറവാണ്. ഇതിനകത്തെ ലെഡിന്റെ കണ്ടന്റ് ആണ് ഇതിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്, കോപ്പറും ലെഡും. അപ്പൊ ആ ലെഡിന്റെ അളവ് കൂടും തോറും ക്വാളിറ്റി കൂടിക്കൊണ്ട്. ലെഡാണോ ടിന്നാണോ ഉപയോഗിക്കുന്നത്? ടിന്നല്ല, ലെഡാണ്. ഏതായാലും ഈ ഗുണമേന്മ ബോധ്യപ്പെടാൻ ഉപഭോക്താക്കളെ ആദ്യം പരിശീലിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അത് അബദ്ധം പറ്റിയിട്ട് പിന്നെ വിഷമിക്കുന്നതിനേക്കാൾ എങ്ങനെയാണ് ഇതിൻ്റെ ഗുണമേന്മ നിർണ്ണയിക്കുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡുകളുമെല്ലാം ഇത് വാങ്ങാൻ സാധ്യതയുള്ള ആളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാമത്തേത്, പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. ഇത് പരമ്പരാഗതമായിട്ട് ഇനി ആളുകളെല്ലാം ഉരുളിയിൽ പാകം ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കില്ല. നമ്മുടെ കുറച്ച് പേർക്ക് ജോലി കിട്ടാൻ വേണ്ടി ആളുകളുടെ ശീലം മാറ്റണം. അതിൽ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അവരെ ഉരുളി വാങ്ങുമെങ്കിൽ വാങ്ങിക്കോട്ടെ, പക്ഷേ ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ രൂപകൽപ്പന ചെയ്തെടുക്കണം. പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രത്യേകിച്ച് ടൂറിസ്റ്റിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉരുളിക്ക് ഒരു കൗതുക മൂല്യമേ ഉണ്ടാവുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമുണ്ടാകുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് ശ്രമിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ പണി
സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പണ്ട് ചെയ്തതുപോലെ എപ്പോഴും ചെയ്യണം എന്ന് വാശി പിടിക്കേണ്ട കാര്യം